പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിട്ടു. സംസ്ഥാന പോലീസ് മേധാവിയുടേതാണ് ഉത്തരവ്. അന്വേഷണ സംഘത്തെ പിന്നീട് രൂപീകരിക്കും. AV ജയശങ്കർ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ഈ അമ്മു സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുടുംബം സഹപാഠികൾക്കെതിരെയും കോളേജ് അധികൃതർക്കെതിരെയും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നാലെ പോലീസ് 3 സഹപാഠികളെ പ്രതി ചേർത്തുകൊണ്ട് വിഷയത്തിൽ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ഈ അന്വേഷണം തൃപ്തികരമല്ല എന്നായിരുന്നു കുടുംബത്തിന്റെ ഉൾപ്പെടെ പ്രധാന ആക്ഷേപം. ഇതൊക്കെ തന്നെ പരിഗണിച്ചാണ് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവി ഈ കേസിന്റെ അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് നിലവിൽ വിട്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷമാണ് പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി അമ്മു സജീവ് NSS ഹോസ്റ്റലിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. പിന്നീട് ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം, വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ ഈ ഘട്ടത്തിൽ സഹപാഠികൾക്കെതിരെയും കോളേജ് അധ്യാപകർക്കെതിരെയും ഉയരുകയും ചെയ്തിരുന്നു. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ അധ്യാപകനെ സർവകലാശാല വകുപ്പ് തല നടപടികളുടെ ഭാഗമായി കോളേജിൽ നിന്ന് മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. വലിയ കോളിളക്കം സൃഷ്ടിച്ച, വലിയ രീതിയിൽ വിദ്യാർത്ഥി പ്രതിഷേധമൊക്കെ ഉണ്ടായ സംഭവത്തിലാണ് ഇപ്പോൾ എന്തായാലും മാസങ്ങൾക്ക് ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടി വരുന്നത്. ഉന്മേഷ്, AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന്.